Hi students, Procure PTയുടെ ഇന്നത്തെ വീഡിയോ PT കോറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്താണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, എങ്ങനെയാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന്റെ ടെംപ്ലേറ്റ് എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ഇപ്പൊ ട്രയൽ ക്വസ്റ്റ്യൻ ആയിട്ട് PT അക്കാഡമിക്കിലും PT അക്കാഡമിക് UKVIയിലും ആഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ 31 വരെ. സോ അവർക്കും ഈ വീഡിയോ കാണാം. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ PT കോറിൽ സ്പീക്കിംഗിലാണ് വരുന്നത്. സ്പീക്കിംഗിൽ റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസ്, ഡിസ്ക്രൈബ് ഇമേജ്, ആ 3 ടാസ്കുകൾ കഴിയുമ്പോഴാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ വരുന്നത്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷന്റെ 2 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 to 4 എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഉണ്ടാവുന്നത് 2 ആയിരിക്കും, മാക്സിമം 4 ആയിരിക്കും. അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രിപ്പറേഷൻ ടൈം നമ്മൾക്ക് ഒരു 20 സെക്കൻഡ് സമയം ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് 40 സെക്കൻഡ് സമയം ഉണ്ടായിരിക്കും. ഒരു 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 സിറ്റുവേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ അതേ സിറ്റുവേഷൻ നമുക്ക് വോയിസിലൂടെ, ഓഡിയോയിലൂടെ നമുക്ക് കേൾക്കാനും പറ്റും. ആ ഒരു സിറ്റുവേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതേ സാധനം തന്നെ നമുക്ക് ഓഡിയോയിലൂടെ കേൾക്കാൻ കഴിയും. വൺസ് ഓഡിയോയിൽ കൂടെ കേട്ടതിന് ശേഷമാണ് നമുക്ക് 20 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈം കിട്ടുന്നത്. പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞാൽ ഉടനെ റെക്കോർഡിംഗ് ബാർ സ്റ്റാർട്ട് ആകും. റെക്കോർഡിംഗ് ബാർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്തത് അത് നിങ്ങൾ പറയണം. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ്റെ അകത്ത് എവറിഡേ സിറ്റുവേഷനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുക. ബിക്കോസ് PT കോർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. എവറിഡേ ലൈഫ് സിറ്റുവേഷനെ കുറിച്ചിട്ടായിരിക്കും അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ്റെ അകത്ത് എവറിഡേ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുക. അതിൻ്റെ അകത്തൊരു സിറ്റുവേഷൻ തരും. അതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ടൈമിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതിന് മാർക്ക് വരുന്നത് ഫ്ലുവൻസിക്ക് മാർക്ക് ഉണ്ടാവും, പ്രൊനൗൺസിയേഷന് മാർക്ക് ഉണ്ടാവും, പിന്നെ അപ്രോപ്രിയസി. ഫ്ലുവൻസി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നമ്മൾ എത്ര ഫ്ലുവൻ്റ് ആയിട്ടാണ് പറയുന്നത്, പ്രൊനൗൺസിയേഷൻ നമ്മൾ പറയുന്ന ഓരോ വാക്കും എങ്ങനെ നന്നായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അപ്രോപ്രിയസി. അപ്രോപ്രിയസി എന്ന് പറഞ്ഞാൽ വെദർ ദ ലാംഗ്വേജ് ഇസ് സ്യൂട്ടബിൾ ഫോർ എ ഗിവൺ സിറ്റുവേഷൻ. അവർ ആ തന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ എടുത്ത് പറയുന്നുണ്ടോ, അതിൻ്റെ അകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിന്റ്സിനെ കുറിച്ചിട്ട് എല്ലാം നമ്മൾ പറയുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് അപ്രോപ്രിയസി. അതായത് യു ഷുഡ് ഡിസൈഡ് വെദർ ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് ഫോർ ഫോർമൽ ഓർ ഇൻഫോർമൽ ലാംഗ്വേജ്. ചിലപ്പോൾ അത് ഒരു ഫോർമൽ സിറ്റുവേഷൻ ആയിരിക്കും അവർ തരുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ സിറ്റുവേഷൻ ആയിരിക്കും തരുന്നത്. അപ്പം അത് ഇൻ കേസ് ഒരു ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഫോർമൽ രീതിയിൽ തന്നെയാണോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കും. ഒരു ഇൻഫോർമൽ, അതായത് നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു ഇൻഫോർമൽ രീതിയിലാണോ നമ്മൾ സംസാരിക്കുന്നതെന്നും നോക്കും. അപ്പം ഓൾവേസ് ഗിവ് അപ്രോപ്രിയേറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷന് നമ്മൾക്ക് 40 സെക്കൻഡ് സമയമായിരിക്കും ഉണ്ടാകുക. ഈ പല ആൾക്കാർക്ക് ആ ഒരു അത്രയും സെക്കൻഡ് സമയത്തിനുള്ളിൽ അത് പ്രിപ്പയർ ചെയ്ത് തിരിച്ച് പറയാൻ നേരത്ത് കുറച്ച് ടെൻഷൻ ആയിരിക്കും. തിരിച്ച് പറയാൻ നേരത്ത് ആ ടെൻഷൻ കാരണം ഉള്ള ഫ്ലുവൻസിയും കണ്ടന്റും എല്ലാം പോകും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ഈ ഒരു ടെംപ്ലേറ്റ് എന്നല്ല, നമുക്ക് ഏത് ടെംപ്ലേറ്റ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഏത് യൂട്യൂബ് ചാനൽസ് നോക്കുകയാണെങ്കിലും ഡിഫറെന്റ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഏതാണോ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുന്നത്, അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്നത് അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ടെംപ്ലേറ്റ് ഇവിടുന്ന് എടുത്തേക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ്റെ അകത്ത് ഇപ്പൊ ജസ്റ്റ് ഒരു കുഞ്ഞു ടെംപ്ലേറ്റ് ആണ്, ഹലോ. അത് കഴിഞ്ഞിട്ട് പേഴ്സൺസ് നെയിം ഓർ ഡെസിഗ്നേഷൻ, ആരോടാണോ നമ്മൾ സംസാരിക്കേണ്ടത്, അയാളുടെ പേരോ അല്ലെങ്കിൽ അയാളുടെ ജോലിയോ എന്താണോ അത് പറയുക. ഐ എം ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് എ ചാൻസ് ടു ടോക്ക് ടു യു. ഐ എം ഹിയർ ടു ടോക്ക് റിഗാർഡിംഗ്, പിന്നെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഇഷ്യൂസ് മെൻഷൻസ്. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണോ ആ ഇഷ്യൂസിനെ കുറിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. I will request you to kindly take this into consideration and help me to find a solution for this. Thank you very much for your valuable time and I appreciate your support.
And if there is anything else which you need to know from me, please do let me know so that I can arrange it for it and get back to you soon as possible. ഇതൊരു സിമ്പിൾ അത്യാവശ്യം ആർക്ക് വേണേലും പറയാൻ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടികത്ത് വാക്കുകളൊക്കെ എടുത്ത് നമ്മൾ പഠിച്ചിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ഫ്ലുവൻസിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് എല്ലാവർക്കും പറയാൻ എളുപ്പത്തിലുള്ള ഒരു ടെംപ്ലേറ്റ് എടുത്തേക്ക് എടുത്തേക്കുന്നത്. സോ ഇതാണ് ടെംപ്ലേറ്റ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തും ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. നിങ്ങൾക്ക് ലിസണിങ്ങിൻ്റെ അകത്തേക്കും സ്പീക്കിങ്ങിലേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് പോകും. ഓക്കെ, സോ ജസ്റ്റ് ഞാനൊരു പേജ് ജസ്റ്റ് ഷെയർ ചെയ്യാണ്. ഈ ഒരു പേജ് കാണാം എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇനിയിപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുക. Yesterday you went to a cafe and forgot your bag, which contained your college materials. You are sitting by the Yesterday, you went to a cafe and forgot your bag, which contained your college materials. You were sitting by the window at lunchtime. Now, you need to call the cafe and discuss your forgotten bag. How would you respond to that? നാൽപ്പത് സെക്കൻഡ് ആണുള്ളത്. അതിന് ബാക്കി ഇപ്പോൾ 8 seconds ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഞാൻ സംസാരിച്ചു തുടങ്ങാം. Hello, is this Miracle Cafe? I'm happy that I got a chance to talk to you. I'm here to talk regarding a bag which I forgot in your cafe last day. It contained my college material. I would request you to kindly take this into consideration and help me to find the solution for this. Thank you very much for your valuable time and I appreciate your support. And if there is anything else which you need to know from me, please do let me know so that I can arrange it for it and get back to you soon as possible. ഓക്കെ, ഇതിപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇതിങ്ങനെയാണ് ഇത് കാണിച്ചേക്കുന്നത്. സ്കോർ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പം ഇത് വന്നേക്കുന്നത്. ഇപ്പം ഫ്ലുവൻസിക്ക് 81 വന്നിട്ടുണ്ട്, അപ്രോപ്രിയസിക്ക് 70 വന്നിട്ട്, പ്രൊനൗൺസിയേഷൻ 5 3.5 വന്നിട്ടുണ്ട്. അപ്പം സ്പീക്കിങ്ങിൻ്റെ മാർക്ക് ഇത്രയുമാണ്. ലിസ്ണിങ്ങിൻ്റെ മാർക്ക് 68 ആണ്. അപ്പം അപ്രോപ്രിയസിക്ക് അതിൽ 70 90 ആണ് വന്നിരിക്കുന്നത്. അപ്പം അപ്രോപ്രിയസിൻ്റെ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ, അതായത് അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കാര്യം പറയാം. അതിൻ്റെ അകത്ത് വേറെ എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യു വർ സിറ്റിംഗ് ബൈ ദ വിൻഡോ അറ്റ് ദ ലഞ്ച് ടൈം. അപ്പം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പറയാം, ഞാനിപ്പം വിൻഡോ സൈഡിൽ ഇരുന്ന് കഴിക്കാനായിട്ട് പോയപ്പോഴാണ് ഞാൻ എൻ്റെ ബാഗിൻ്റെ കാര്യം ഓർത്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കിടക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അപ്രോപ്രിയസി ആണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് അപ്രോപ്രിയസിക്ക് മാർക്ക് കുറയും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്ത് കാണിക്കാം. ഇത് ഓരോ സിറ്റുവേഷൻ വരുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ ഡയറക്റ്റ്ലി ആ ഒരു പേഴ്സന്റെ നെയിം അല്ല, ഞാൻ ആ ഒരു കഫേക്ക് ഒരു പേര് കൊടുത്തിട്ട് ആ കഫേയുടെ പേരാ പറഞ്ഞത്. ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന ടെംപ്ലേറ്റിൽ ഹലോ പേഴ്സൺസ് നെയിം ഓർ ഡെസിഗ്നേഷൻ എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കഫേ ആയതുകൊണ്ട് ഇസ് ദിസ് മിറാക്കിൾ കഫേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഡയറക്റ്റ്ലി അങ്ങനെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റണം. അതിന് ഈ ടെംപ്ലേറ്റ് അല്ല, ഏത് ടെംപ്ലേറ്റിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം. ഇതൊന്നും ഒരു ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ തന്നെ പറയണമെന്ന് എങ്ങും ഒരു നിയമവും ഇല്ല. അപ്പൊ ഇത് എന്തിനാണ് തന്നേക്കുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ബുദ്ധിമുട്ടരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് പഠിച്ചു വെക്കുന്നത്. ടെംപ്ലേറ്റ് പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് അതൊരു ബാക്കപ്പ് ആയിരിക്കും. പെട്ടെന്ന് നമുക്കൊരു സെന്റൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളത് നമ്മുടെ ഫ്ലുവൻസിനെ അത് നമുക്ക് എഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. You and your friends went to a local restaurant where you encountered several issues with the quality and services. The long wait time, small meal portions, and the coffee you ordered never arrived. You and your friends went to a local restaurant where you encountered several issues with the quality and service. The long wait time, small meal portions, and the coffee you ordered never arrived. Now, the manager is asking for your feedback after the meal.
How would you respond to that? നമ്മൾക്ക് ആ ഒരു ഓഡിയോ കേൾക്കുന്ന സമയം നമുക്ക് കിട്ടും. അത് വായിക്കുന്ന ഓഡിയോ കേൾക്കാൻ. അതിനുശേഷമാണ് 20 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈം കിട്ടുക. അപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൈം നമുക്ക് കിട്ടും അതൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. Hello, manager. I'm happy that I got a chance to talk to you. I'm here to talk regarding your restaurants where I face several issues with the quality and services. I had to wait for a long time. I got small meal portions and the coffee which I ordered never arrived. I would request you to kindly take this into consideration and help me to find a solution for this. Thank you very much for your valuable time and I appreciate your support. And if there is anything else which you need to know from me, please do let me know so that I can arrange it for it and get back to you soon as possible. Okay, ഇതാണ് ഒരു സ്കോർ കിട്ടിയേക്കുന്നത്. ഇപ്പൊ ഫ്ലുവൻസിയും അപ്രോപ്രിയസിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടന്റ് നമ്മൾ പറയുക, ഫ്ലുവന്റ് ആയിട്ട് പറയാം, ഒന്ന് ലാഗ് ചെയ്യാതെ. ഇപ്പൊ നമുക്കൊരു ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്നത് എങ്ങനെയായിരിക്കും? ഹലോ സർ, I am calling to tell about the quality issues which I faced yesterday. ഇത് ഇങ്ങനെ ലാഗ് വരും. അത് ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും, അയ്യോ ഇച്ചിരി സമയമേ ഉള്ളല്ലോ, ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കണമല്ലോ. അത് ഇന്നർ കോൺഷ്യസിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് അങ്ങനെയല്ല, ആ ഒരു ടെൻഷൻ വന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. പല കുട്ടികളും അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ക്ലാസ്സിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും ഒക്കെ നന്നായിട്ട് അവർ ചെയ്യും. പക്ഷെ എക്സാമിന് വരുമ്പോഴത്തേനും അയ്യോ ഇത് എക്സാം ആണല്ലോ എന്നുള്ളൊരു ബോധം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ടെൻഷനായിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോകും. സോ ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ എടുത്ത് വെക്കരുത്. അയ്യോ 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 എന്നുള്ളൊരു ടെൻഷൻ വന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ലാഗ് ആവും. പിന്നെ എല്ലാം പറയുന്നത് എന്നുള്ളതായിരിക്കും. പിന്നെ നിങ്ങൾ വായിക്കുമ്പോഴത്തേനും സർ ഐ ഹാഡ് സം ഇഷ്യൂസ് വിത്ത് ദ ക്വാളിറ്റി ഇഷ്യൂസ്, ഐ ഹാഡ് ടു വെയിറ്റ് ലോങ് ടൈം, സ്മോൾ പോർഷൻസ്, കോഫി ഐ ഓർഡർ. ഇങ്ങനെ ലാഗ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്ലുവൻസി മൊത്തം പോകും. ഓക്കെ, പറയുന്നത് കുറച്ചേ ഉള്ളെങ്കിലും നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് പറയും. ഈ 40 സെക്കൻഡ് സംസാരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മിനിമം ഒരു 25 സെക്കൻഡെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, ഫ്ലുവന്റ് ആയിട്ട് പറയുക, ലാഗ് ചെയ്യാതിരിക്കാതെ. ഈ ഒരു ടാസ്ക് അല്ല, സ്പീക്കിങ്ങിന്റെ ഏത് ടാസ്ക് വന്നാലും ലാഗ് ചെയ്യരുത്. ലാഗ് ചെയ്താൽ നിങ്ങളുടെ ഫ്ലുവൻസി നഷ്ടപ്പെടും. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് യുവർ സ്പീച്ച്. നിങ്ങൾ ഏതൊരു ഫ്ലോയിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്, ആ ഒരു ഫ്ലോ ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അന്നും പറഞ്ഞ ഒരുപാട് സ്പീഡിലും പറയില്ല, ഒരുപാട് സ്പീഡ് കുറച്ചും പറയും. ചിലർ പറയും ഞാൻ ഈ വെബ്സൈറ്റിൽ ഒരുപാട് സ്പീഡിൽ പറഞ്ഞാൽ എനിക്ക് മാർക്ക് കൂടും, ഈ വെബ്സൈറ്റിൽ ഞാൻ നോർമലായിട്ട് പറഞ്ഞാൽ മാർക്ക് കൊടുത്തുള്ളൂ. അങ്ങനെയല്ല, നമ്മളൊരു വ്യക്തി ഒരാളോട് സംസാരിക്കുമ്പം ഏത് സ്പീഡിലാണോ നിങ്ങൾ സംസാരിക്കുന്നത് അതേ സ്പീഡിൽ വേണം നിങ്ങൾ വായിക്കാൻ. അവിടെ സ്പീഡ് കൂട്ടുകയോ ഒരുപാട് കൂട്ടുകയോ അല്ലെങ്കിൽ ഒരുപാട് കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. Problem with one of a friend, let her know that you are busy. Prepare. ഇതൊരു ഫോർമൽ അല്ല, ഇതൊരു ഇൻഫോർമൽ, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്. അപ്പൊ A അവിടെ friend called you to discuss a problem with one of her children. Let her know that you are busy preparing dinner and that you will call her later to help with the issue. How do you handle such situations? ഇതൊരു ഫോർമൽ അല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ, ഈ ടെംപ്ലേറ്റിന്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. Hi Jerry, I'm happy that I got the chance to talk to you, but right now I'm busy preparing dinner and I will be able to call you later to help you with this issue. I would request you to kindly take this into consideration and help me to find a solution for this. Thank you very much for your valuable time and I appreciate your support. And if there is anything else which you need to know from me, please do let me know so that I can arrange it for it and get you as soon as possible. ഇതിപ്പം ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ ഇൻഫോർമലിന്റെ അകത്ത് ഞാൻ കുറച്ച് ഇൻഫോർമലും ഫ്രണ്ട് കയറ്റിയും ബാക്കി ആ ഒരു ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കി ഫോർമലിന്റെ
ടെംപ്ലേറ്റ് എടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമലായിട്ട് നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. ഇവിടെ ഫ്ലുവൻസിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് ഞാൻ അതിൻ്റെ അകത്ത് ബാക്കി ആ ടെംപ്ലേറ്റ് അതേപോലെ അങ്ങ് യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഒരു ഭാഗത്തിൻ്റെ അകത്ത് കുറച്ച് മാറ്റം വരുത്തിയത്. ഐ എം ഹിയർ ടു ടോക്ക് റിഗാർഡിംഗ് ദി ഇഷ്യൂസ് എന്നുള്ളിടത്ത് ഞാൻ ഐ എം പ്രിപ്പയറിംഗ് മൈ ഡിന്നർ, ഐ വിൽ ബി ഏബിൾ ടു കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ഇൻഫോർമൽ നമ്മൾ മറ്റേത് ഉപയോഗിച്ച് അതേ ടെംപ്ലേറ്റ് അതങ്ങ് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അതായത് ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. PTE പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൺലി ഓൺലൈൻ കോച്ചിങ് മാത്രമാണ് അവൈലബിൾ. അത് കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിന്, നിങ്ങളിപ്പം ലോകത്തിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് എടുത്ത് തരുന്നത്. സോ ഇഫ് എവറിത്തിങ് ഇസ് ക്ലിയർ ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do subscribe my channel and support me. Thank you.